എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 81 എന്ന് ആരംഭിക്കുന്നു. ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ എന്ന് ഭഗവാൻ പറഞ്ഞപ്പോ അപ്പോഴാണ് സുധാമാവ് ഒന്ന് വായ തുറന്നത്, സംസാരിച്ചത്. ആ കഥകളിയിലെ ആ അജിത ഹരേ ജയ, അജിത ഹരേ ജയ മാധവ വിഷ്ണു ഭജമുഖ നത എന്നുള്ള ആ പദട്ട് പറഞ്ഞു. എത്ര കാലമായി അവിടുത്തെ ഒന്ന് കാണണമെന്ന് ഞാൻ വിചാരിക്കണം എന്നൊക്കെ അല്ലേ. അതെല്ലാം പെട്ടെന്ന് അങ്ങനെ നല്ല സ്തുതി ഭഗവാനെ അതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ഭഗവാൻ ആസ്വദിച്ച് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വിഷയം മാറ്റി ഭഗവാൻ. സർവാത്മാവായിട്ടുള്ള ഭഗവാൻ വിചാരിച്ചു, വിരക്ത ശിരോമണിയായിട്ടുള്ള ഇതേവരെ ഐശ്വര്യത്തിന് വേണ്ടി എന്നെ സേവിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ധനത്തിലൊന്നും ഒരു മോഹമില്ല. പക്ഷേ പതിവ്രതാരത്നമായ അദ്ദേഹത്തിന്റെ പത്നിക്ക് ധനം ആവശ്യമുണ്ട്. അതിനായിട്ടാണല്ലോ അദ്ദേഹത്തിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അതുകൊണ്ട് ദേവന്മാർക്ക് കൂടി സുദുർലഭമായ ധനം ഇദ്ദേഹത്തിന് ഞാൻ കൊടുക്കും. എന്റെ ഭക്തന്മാർക്ക് ഈ പ്രാരബ്ധമൊന്നും ബാധകമല്ല എന്ന് ലോകത്തിലെല്ലാവരും മനസ്സിലാക്കണം. അങ്ങനെ വിചാരിച്ചിട്ട് കുചേലനോട് ചോദിച്ചു, അല്ലേ സുധാമാവേ, അങ്ങ് വരുമ്പോ എനിക്ക് എന്താ കൊണ്ടുവന്നിട്ടുള്ളത്? അങ്ങയുടെ പത്നി എനിക്ക് എന്തെങ്കിലും കൊടുത്തയക്കാണ്ടിരിക്കില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങേക്ക് അറിയാലോ, ഒരു ഇലയോ ഒരു പൂവോ ഒരു ഫലോ വെള്ളോ എന്തായാലും എത്ര നിസ്സാര സാധനമാണെങ്കിലും ഭക്തിയോടുകൂടി അർപ്പിക്കുകയാണെങ്കിൽ എനിക്കതേ അമൃതിന് സമാണ്. എനിക്കറിയാലോ അത്. അതുകൊണ്ട് എനിക്ക് തരൂ, എന്താന്ന് വെച്ചാ വേഗം തരൂ. ഇങ്ങനെ പറഞ്ഞിട്ടും ഭഗവാന്റെ ഇത്ര ഐശ്വര്യമുള്ള ആ കൊട്ടാരത്തിൽ ഇങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് അദ്ദേഹത്തിന് അങ്ങോട്ട് വല്ലാത്ത പരിഭ്രമമായി. കൊടുത്തില്ല അവിൽപ്പൊതി. ധൈര്യം ഉണ്ടായില്ല കൊടുക്കാൻ. ഇദ്ദേഹം അത് തരില്ല എന്നുള്ളത് ഉറപ്പിച്ചു. പത്നി നല്ലോണം പ്രാർത്ഥിച്ചിട്ടുണ്ട്, അദ്ദേഹം തരില്ല, തന്നൂന്ന് വരില്ല, അങ്ങ് തട്ടിപ്പറിച്ച് എടുക്കണേ, സ്വീകരിക്കണേ എന്ന് പത്നി പ്രാർത്ഥിച്ചിട്ടാ കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് അതുകൊണ്ട് ഓർത്തതോടുകൂടി ആ സുധാമാവിനെ ഒളിപ്പിച്ചു വെച്ച ആ അവിൽപ്പൊതി തട്ടിപ്പറിച്ചങ്ങോട്ട് എടുത്തു. കഴിക്കലും ഒന്നിച്ചു കഴിഞ്ഞു. ആർത്തിയോട് കൂടിയിട്ട് ഒരു പിടി വാരി അങ്ങോട്ട് അമൃതയത്ത് ചെയ്തു. അല്ലേ സുധാമാവേ, എന്തൊരു സ്വാദത്തിന്! ഓ, അങ്ങയുടെ ഭാര്യയ്ക്ക് അറിയാലോ എനിക്ക് അവില്, ഭാര്യയോടും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ എത്ര ഇഷ്ടമാണ് എനിക്ക് അവിലെന്ന്. ഒരു സ്വാദാ! ഇനി എടുക്കട്ടെ. ഇങ്ങനെ രണ്ടാമത് എടുക്കാൻ പോയപ്പോ വേഗം രുക്മിണി ദേവി വേഗം അങ്ങോട്ട് കൈ പിടിച്ചു. അവിൽപ്പൊതി അങ്ങോട്ട് വേഗം അവിൽക്കഴി തട്ടിപ്പറിച്ച് രുക്മിണി ദേവി ഭഗവാന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പറഞ്ഞു, അവിടുന്ന് ഭക്തനെ കാണുമ്പോ അവിടുന്ന് എല്ലാം മറക്കുന്നു എനിക്കറിയാം. അടിയനെ മറക്കരുതേ. ഇഹത്തിലും പരത്തിലും ഈ ഭക്തോത്തമന് വേണ്ടതായിട്ടുള്ള സർവ്വ ഐശ്വര്യങ്ങളും ഈ ഒരു പിടി അവല് കൊണ്ട് തന്നെ ആയിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് രുക്മിണി ദേവി ആ അവൽക്കഴി കൊണ്ട് അങ്ങോട്ട് പോയി. അങ്ങനെ രണ്ടുപേരും കൂടി രാത്രി മുഴുവൻ വർത്തമാനം പറഞ്ഞു കഴിച്ചു കൂട്ടിയിരുന്നാ പറയണത്. സുധാമാവേ കുളിച്ചു വരൂ, അത് കൊടുത്തു. അങ്ങനെ എല്ലാം ഭക്ഷണങ്ങളും വേണ്ട വസ്ത്രങ്ങളും എല്ലാം കൊടുത്ത് അങ്ങനെ നല്ലൊരു മെത്തയില് പിടിച്ച് കിടത്തി. എന്നിട്ട് ഉറങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് കാലൊക്കെ തിരുമുണ്ട്. എന്നാലും ഉറങ്ങാനൊന്നും രണ്ടുപേരും ഭഗവാനും കിടക്കണില്ല, സുധാമാവും കിടക്കണില്ല. രണ്ടുപേരും കൂടി വർത്തമാനം പറഞ്ഞു സമയം പ്രഭാതമായി. അങ്ങനെയാണ്. അങ്ങനെ കുചേലബ്രാഹ്മണൻ പ്രഭാതത്തിലെ സ്നാനം ജപാദികളൊക്കെ കഴിഞ്ഞ് പോകാനായിട്ട് പുറപ്പെട്ടു. ഗോപുരം വരെ ഭഗവാൻ അനുയാത്ര ചെയ്തു. പിന്നെയും പോകും, അവിടേക്ക് കുറെ ദൂരം പോകും. സുധാമാവ് തിരിച്ചു വരും, പിന്നെയും ഭഗവാൻ കെട്ടിപ്പിടിക്കും. അങ്ങനെ 2-3 പ്രാവശ്യം കഴിഞ്ഞു. അപ്പോൾ ഇനി പോവാൻ രണ്ടുപേർക്കും പിരിയാനങ്ങട് തോന്നണില്ല. അവസാനം ഭഗവാൻ പറഞ്ഞു, അല്ലേ സുധാമാവേ, നമ്മള് ഒരുമിച്ചിരുന്നാലും വേറെ ഇരുന്നാലും ഒന്നു തന്നെ. അതുപോലെ അങ്ങയുടെ പത്നിയും രുക്മിണിയും ഒന്ന് തന്നെയാട്ടോ. അങ്ങനെ ഭഗവാന്റെ ആ ഭക്തവാത്സല്യത്തിൽ അങ്ങോട്ട് കുളിച്ച് രോമാഞ്ചം കൊണ്ട് അങ്ങനെ ഹൃദയം കൊണ്ട് നിറഞ്ഞ് കുചേല ബ്രാഹ്മണൻ
തന്റെ ഭവനത്തിലേക്ക് അങ്ങോട്ട് മടങ്ങി. അപ്പൊ അങ്ങനെ ഓർക്കണേ, എന്തൊരു വാത്സല്യ ഭഗവാൻ എന്നോട് കാണിച്ചത്. ഇത്രയും ദരിദ്രതമനായ എന്നെ അവിടുന്ന് സിംഹാസനത്തിലിരുത്തി പൂജിച്ചു. സാക്ഷാൽ മഹാലക്ഷ്മി വെഞ്ചായമരം എടുത്ത് വീശി. എന്തൊരു അത്ഭുത ആനന്ദത്തോടെ അതൊക്കെ ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് അങ്ങനെ നടക്കുക. അപ്പോഴാണ് അദ്ദേഹം അത്ഭുത സ്തബ്ധനായി. ഇതെന്താ, വീണ്ടും ദ്വാരകയിൽ തന്നെ എത്തിയോ? എന്തൊരു മനോഹരമായ സ്ഥലം, സ്വപ്നം കാണുകയാണോ എന്നൊക്കെ അങ്ങനെ നോക്കുമ്പോഴാണേ മഹാലക്ഷ്മിയുടെ പോലെ തന്നെ സുന്ദരിയായിട്ടുള്ള സർവാഭരണ വിഭൂഷിതയായിട്ടുള്ള ഒരു സ്ത്രീ ഓടി വരുന്നുണ്ട് കുചേലന്റെ അടുത്തേക്ക്. സുധാമാവിന്റെ അഷ്ടമംഗലിയൊക്കെ എടുത്തിട്ടാ വരണത്. എതിരേറ്റ് കൊണ്ടുപോവുക സുധാമാവിനെ. അടുത്തെത്തിയപ്പോഴല്ലേ മനസ്സിലായത് സുധാമാവിന്റെ പത്നി തന്നെയാണെന്ന്. വേഗം വന്ന് ഭർത്താവിന്റെ പാദത്തിൽ അങ്ങോട്ട് നമസ്കരിച്ചു. മനസ്സാ പരിഷസ്വ ചെയ്യുന്ന പറയണം, മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്തു. ഭഗവാൻ ആലിംഗനം ചെയ്ത ആ ശരീരല്ലേ, എല്ലാവരും കാണുക. അത് ചെയ്യാനൊരു ലജ്ജയുണ്ട് ആ സാധ്വിക്ക്. അതുകൊണ്ട് മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്തു. എന്നിട്ട് ആനന്ദ ബാഷ്പത്താൽ പാദങ്ങൾ കഴുകിച്ചു. അങ്ങനെയുള്ള സുധാമാവ് പത്നിയോടുകൂടി സ്വർഗതുല്യമായ ആ തന്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. എന്താ, ആ കുടിലിന്റെ സ്ഥാനത്ത് വലിയൊരു കൊട്ടാരം, രത്നം കൊണ്ടുള്ള തൂണുകള്, സ്വർണം കൊണ്ടുള്ള സിംഹാസനങ്ങള്, ആനക്കൊമ്പ് കൊണ്ട് ആ കട്ടിലൊക്കെ, വിചിത്രമായിട്ടുള്ള അലങ്കാരങ്ങള് ഒക്കെ ഇങ്ങനെ നോക്കി അത്ഭുതമായി. ആനന്ദാശ്രുക്കൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ നയനങ്ങളിൽ നിന്ന് ഇങ്ങനെ വീഴാൻ തുടങ്ങി. ഇതെല്ലാം ഭഗവാന്റെ പ്രസാദമാണ്. ഈ ഐശ്വര്യം എല്ലാം, അതിലൊന്നും ഒരു ആസക്തി അദ്ദേഹത്തിനില്ല. എന്തൊരു അത്ഭുതം! ഭഗവാന്റെ കാരുണ്യത്തിനെ പറ്റി മാത്രമേ വിചാരിക്കണുള്ളൂ. അങ്ങനെയൊന്നും വലിയൊരു കൊട്ടാരത്തിൽ താമസിക്കണമെന്നൊന്നും അദ്ദേഹത്തിന് ഒരു മോഹമില്ലല്ലോ. അതിലൊന്നും ആസക്തി ഇല്ലാതെ അങ്ങനെ അനുഭവിച്ചു. ഇതിലൊന്നും ഭ്രമിക്കരുത് കേട്ടോ, പത്നിയോട് പറഞ്ഞു. എല്ലാം ഭഗവാന്റെ കാരുണ്യം. ഭഗവാന്റെ ആ ശ്രവണ കീർത്തനങ്ങളിൽ തന്നെ നിരന്തരം ലയിച്ച് ഭഗവാനില് പരമഭക്തിയും ഭഗവാന് തന്നോടുള്ള കരുണയും എല്ലാ ജന്മത്തിലും ഉണ്ടാവണേ എന്ന് ഉള്ളിൽ തട്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ മഹാത്മാവ് ജന്മസാഫല്യം നേടിയത്. അങ്ങനെ ഈ കുചേലന്റെ ചരിത്രം, കുചേലവൃത്തം ചരിത്രം ശ്രവണം ചെയ്യുകയോ കീർത്തിക്കുകയോ ഒക്കെ ചെയ്താൽ സർവതരത്തിലുള്ള കർമ്മബന്ധങ്ങളും നശിച്ച് ഉത്തമ ഭക്തി ഉണ്ടായിത്തീരും എന്നതാ ഫലശ്രുതി കൂടി പറഞ്ഞു. അഥ ശ്രീമദ്ഭാഗവത ദശമസ്കന്ധ ഏകാശീതിതമോധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ദ്വാരപാശരണം കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി പരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. സൈത്തം ദ്വിജമുഖ്യേന സഹ സങ്കഥയൻ ഹരി സർവഭൂതമനോവിജ്ഞ സ്മയമാന ഉവാചതം. ശ്രീ ശുഖബ്രഹ്മർഷി പറയാണ് പരീക്ഷിത് മഹാരാജാവിനോട്. അങ്ങനെ ബ്രാഹ്മണ ശ്രേഷ്ഠനായ കുചേലനോടുകൂടി പൂർവ്വ കഥകളൊക്കെ പറഞ്ഞ് ഭക്തന്റെ സന്താപമൊക്കെ നിശേഷം നശിപ്പിച്ച ഭഗവാൻ ശ്രീഹരി ആ സുധാമാവ് തനിക്കായി കൊണ്ടുവന്നിരിക്കുന്ന അവില് ലജ്ജ നിമിത്തം പുറത്തേക്ക് കാണിക്കാതെ ഇരിക്കുന്നത് അറിഞ്ഞതുകൊണ്ട് മന്ദഹാസ പുരസ്സരം ഇങ്ങനെ പറഞ്ഞു. ബ്രഹ്മണ്യോ ബ്രാഹ്മണം കൃഷ്ണോ ഭഗവാൻ പ്രഹസൻ പ്രിയം പ്രേംണാ നിരീക്ഷണേനൈവ പ്രേക്ഷൻ ഖലു സതാം ഗതി. ബ്രാഹ്മണ ഭക്തനും സർവ ഐശ്വര്യപരിപൂർണനും സജ്ജനങ്ങളുടെ പുനരാവൃത്തിരഹിതമായ പ്രാപ്യസ്ഥാനഭൂതനുമായ ശ്രീകൃഷ്ണൻ ആ ബ്രാഹ്മണ ശ്രേഷ്ഠനായ കുചേലനെ പ്രേമപൂർണമായ കടാക്ഷം കൊണ്ട് അനുഗ്രഹിച്ചു. കടാക്ഷ
കടാക്ഷത്താൽ അനുഗ്രഹിച്ചുകൊണ്ട് എന്റെ സഹോദരനല്ലേ അങ്ങയുടെ ഭാര്യ എനിക്കായി സമർപ്പിച്ച ഈ അവില് എന്താ അത് മറക്കണത് എന്നുള്ള അഭിപ്രായം, അങ്ങനെയുള്ള ഒരു അഭിപ്രായം സൂചിപ്പിക്കണ വിധാണ് ആ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അവിൽക്കെട്ടിന്റെ നേരെ നോക്കിക്കൊണ്ട് കുചേലനോട് പറഞ്ഞു. ഭഗവാൻ പറയാണ്, കിമുപായനമാനീതം ബ്രഹ്മന്മേ ഭവതാ ഗൃഹാൽ അന്യോപ്യുപാകൃതം ഭക്തൈ പ്രേംണാ ഭൂര്യേവ മേ ഭവേൽ ഭൂര്യ അഭക്തോപഹൃതം നമേ ദോഷായ കൽപ്പതേ. ആ സാരമായിട്ടുള്ള സംഭാഷണ രീതിയിൽ ആ ഭക്തിയുടെ പരമകാഷ്ഠയെ കുറിച്ച് കരുണാമൂർത്തിയായ ഭഗവാൻ സ്വമുഖത്താൽ തന്നെ ഭക്തനോട് പറയാണ്. ഭാഗവത ഹൃദയ സാരാംശമാണ് ഈ ഭഗവാന്റെ വചനം. പറയണു ഭഗവാൻ, ഹേ ബ്രഹ്മൻ, അങ്ങ് വരുമ്പോൾ ഗൃഹത്തിൽ നിന്ന് എനിക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കാഴ്ചദ്രവ്യം എന്തായാലും വേണ്ടില്ല, അതിങ്ങോട്ട് തരൂ. ഭക്തന്മാരെ പ്രേമത്തോടുകൂടി നൽകണത് നിസ്സാര പദാർത്ഥമായാൽ കൂടി എനിക്കത് ഏറ്റവും മഹത്തായ സാധനമാണ്. ആ ഭക്തന്മാര് തരണതേ എന്തൊക്കെ അത്ര നല്ല പദാർത്ഥമായാലും അതെനിക്ക് അത്ര തൃപ്തിയൊന്നുമല്ല, അതെനിക്കൊരു സന്തോഷമൊന്നും ഉണ്ടാക്കില്ല എന്ന് പറയാണ്. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയതാത്മന. ഏതൊരാള് പരമപ്രേമത്തോടെ ഒരു തുളസി പത്രമോ ഒരു പുഷ്പമോ ഒരു ഫലമോ കുറച്ച് ജലമോ എനിക്കായി സമർപ്പിക്കുമോ, പരിശുദ്ധാത്മാവായ ആ ഭക്തന്റെ ഭക്തിസൂചകമായ ആ പദാർത്ഥത്തെ ഞാൻ ആദരത്തോടെ സ്വീകരിക്കും. ഇതെന്റെ സ്വഭാവം. അതുകൊണ്ട് അങ്ങ് കൊണ്ടുവന്ന സാധനം എത്ര നിസ്സാരാണെങ്കിലും എനിക്കത് വളരെ വലുതാ. വേഗം തരൂ തരൂ, മടിച്ചിരിക്കണ്ട സുധാമാവേ, തരൂ. ഇത്യുക്തോപി ദ്വിജസ്തസ്മൈ വ്രീഡിത പദയേ ശ്രിയ പൃഥുക പ്രസൃതിം രാജൻ ന പ്രായച്ഛത് അവാങ്മുഖ. ഹേ രാജൻ, ഭഗവാൻ ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചാലും ബ്രാഹ്മണൻ സാക്ഷാൽ ലക്ഷ്മി വല്ലഭനായ ആ ശ്രീകൃഷ്ണന് ഒരു പിടി അവിലെ എങ്ങനെ കൊടുക്കുക എന്നുള്ള വിചാരം കൊണ്ട് ലജ്ജിതനായിട്ട് തല താഴ്ത്തിയങ്ങോട്ട് ഇരുന്നല്ലാതെ കൊടുത്തില്ല. സർവഭൂതാത്മദൃക് സാക്ഷാൽ തസ്യാഗമന കാരണം വിജ്ഞായാ ചിന്തയന്നായം ശ്രീകാമോ മാ ഭജൽ പുരാ. സകല പ്രാണികളുടെയും അന്ധക്കരണത്തിൽ നടക്കുന്ന എല്ലാ വ്യാപാരങ്ങളും സാക്ഷാത്തായി കണ്ടുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ കുചേലന്റെ വരവിനുണ്ടായ കാരണം ഭഗവാൻ അറിയാലോ, അത് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ വിചാരിച്ചു, ഈ ബ്രാഹ്മണൻ ഐശ്വര്യം ആഗ്രഹിച്ചുകൊണ്ട് എന്നെ മുമ്പ് ഭജിച്ചിട്ടേ ഇല്ല, അതുകൊണ്ടാണ് എനിക്ക് ആ പത്നി കൊടുത്തയച്ച ആ കാഴ്ചദ്രവ്യം തരാത്തത്, പിന്നെ യാതൊന്നും ചോദിക്കാത്തത് എന്ന് ഭഗവാൻ വിചാരിച്ചു. പത്ന്യാ പതിവ്രതയാസ്തു സഖാ പ്രിയ ചികീർഷയാ പ്രാപ്തോ മാമസ്യ ദാസ്യാമി സമ്പദോ മർത്യദുർലഭ. അദ്ദേഹത്തിന് ധനവും വേണ്ട ഐശ്വര്യവും വേണ്ട, എന്നാ പിന്നെ എന്തിനാ വന്നിരിക്കണത് എങ്കിൽ പതിവ്രതയായിട്ടുള്ള പത്നിയുടെ ഇഷ്ടം സാധിപ്പിച്ചു കൊടുക്കണല്ലോ. അതുകൊണ്ട് മാത്രമാണ് ശ്രേഷ്ഠതമനായ എന്നെ ആശ്രയിച്ചു വന്നത്. ഭഗവാൻ വിചാരിക്കുകയാണ്, ഞാൻ ഇദ്ദേഹത്തിന് ദേവന്മാർക്കു കൂടി സാധിക്കാത്ത സമ്പത്തുകൾ ഞാൻ കൂട്ടും വിചാരിക്കുകയാണ് ഭഗവാൻ. എന്നിട്ട് ഇതാ തട്ടിപ്പറിച്ചെടുക്കണു ആ കുചേല ബ്രാഹ്മണന്റെ കയ്യിൽ നിന്നും അവില്. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.